താളിലെ കഥാപാത്രം. സോ എങ്ങനെയുണ്ടായിരുന്നു ഇതിലൊരു എക്സ്പീരിയൻസ്? ഈ സിനിമയിൽ ഈ ക്യാരക്ടറിന് ബേസിക്കലി ഒരുപാട് ലെയേഴ്സ് ഉള്ള ഇമോഷൻസ് ട്രാവൽ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഈ മിത്രൻ. അപ്പോൾ കിഷോർ പറഞ്ഞതുപോലെ തന്നെയാണ്. കാരണം ഇങ്ങനൊരു സന്ദർഭത്തിൽ ഇങ്ങനെ തിയേറ്ററിൽ വന്നപ്പോൾ ശരിക്കും ഈ തിയേറ്ററിൽ ഹൗസ് ഫുള്ളായിന്ന്. അത് തന്നെ വലിയ സന്തോഷമാണ്. പ്രത്യേകിച്ച് വലിയ മുൻനിര താരങ്ങളൊന്നും ഇല്ലാത്ത ഒരു സിനിമയാണ് എന്നുള്ളതിൽ പലർക്കും സംശയമുണ്ടായിരുന്നു ഇതെങ്ങനെ പോവും എന്നുള്ളതാണ്. പക്ഷേ നമ്മൾ അതിൽ വിപരീതമായിട്ട് ഒരുപാട് പ്രേക്ഷകർ ഇഷ്ടപ്പെട്ടിട്ട് ഞങ്ങളെ അറിയിക്കുന്നുണ്ട്. അതിപ്പോൾ നേരിൽ വന്ന് കണ്ടപ്പോൾ അത് കുറച്ചുകൂടെ ഞങ്ങൾക്ക് ബോധ്യമാവുകയാണ് ചെയ്തത്. ഇത് കൂടുതലും ഇത്തരം സിനിമകൾ കൂടുതൽ എല്ലാവരും അറിയപ്പെടണം. അതിനുള്ള സാഹചര്യങ്ങളാണ് ഇനി ഒരുക്കേണ്ടത്. ഇല്ലെങ്കിൽ ഒരുപക്ഷെ ഇതുപോലുള്ള സിനിമകളില്ലെങ്കിൽ അറിയപ്പെടാതെ പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ എല്ലാവരും കണ്ട് തന്നെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ആക്ച്വലി. എല്ലാവരും കൂടെ നിന്നിട്ട് നമുക്ക് മൂവി കാണാൻ പറ്റി ഫസ്റ്റ് ഓഫ് ഓൾ. പിന്നെ എടുത്തു പറയേണ്ട കാര്യം ഇത് ഹൗസ്ഫുള്ളായിരുന്നു. അപ്പോൾ നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ഇനിയും നിറഞ്ഞ് നമ്മുടെ താള് എല്ലായിടത്തും ഓടണം. താങ്ക് യു. താൾ ഇസ് എൻ അമേസിങ് മൂവി. எல்லாரும் தேட்டரில் வந்து பார்க்கணும். இட்ஸ் சம்திங் அபவுட் லவ் அண்ட் எல்லாரும் லவ் பண்ணியிருப்போம். இது ஒரு வித்தியாசமான ஒரு லவ். ஸோ நீங்கள் பார்த்து உங்களோட ரிவ்யூஸ் என்ன அப்படின்னு கொடுக்கணும். உண்மையான காதல்னு என்ன கேட்டீங்கன்னா எல்லாமே உண்மையான காதல் தான். நம்ம எதுவும் சொல்ல முடியாதுல்ல. காதல் எப்போவுமே கொஞ்சம் அளவுக்கு மீறி போனால் கஷ்டம்தான். டெஃபினெட்லி ரெண்டு பேருமே விட்டு கொடுத்து போகணும். இட்ஸ் 50-50 ஆல்வேஸ். எங்கேயாவது ஒரு 60-40 இருந்தாலுமே பிரச்சனை. ஸோ எப்போவுமே 50-50 இருக்கணும். அண்ட் வி ஷுட் ஒர்க் டுவர்ட்ஸ் இட். ஸோ எல்லாரும் கண்டிப்பாக தேட்டரில் போய் பாருங்கள். யூ வில் லைக் இட். താങ്ക് യു. എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല മൂവിയാണ്. ഫാമിലി ആയിട്ട് വന്ന് കാണാൻ പറ്റും, ഫ്രണ്ട്സുമായിട്ട് വന്ന് കാണാം. ഇപ്പോൾ ജനറേഷൻ കണക്ട് ചെയ്ത് നല്ല ഒരു മൂവി ആയിട്ടുണ്ട്. പെർഫോമൻസ് ഒക്കെ എങ്ങനെയുണ്ട് എല്ലാവരുടെ? നല്ല ഫ്രണ്ട്സ് ആയിരുന്നു. സോങ്സ് ഒക്കെ എങ്ങനെ ഇഷ്ടപ്പെട്ടു? സോങ്സ് ഒക്കെ നല്ല പ്യുവറായിട്ട് എനിക്കിഷ്ടപ്പെട്ടു. ഒരു ഫാമിലി മൂവി ഒക്കെയാണ്. റൊമാൻസും കാര്യങ്ങളൊക്കെ എനിക്കിഷ്ടമായി. കൊള്ളാം. തീർച്ചയായിട്ടും എനിക്ക് കണക്റ്റഡായി. അതെ, ഒരു ആ 2000-ൻ്റെ ഒരു 2000-ത്തിലല്ലേ കാണിക്കുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഇതെല്ലാം ഉണ്ടായിരുന്നു. എനിക്കിഷ്ടമായി. അടിപൊളി പടം. കോളേജ് ലൈഫൊക്കെ കണക്ട് ചെയ്യാൻ പറ്റുമോ? ചെറുതായിട്ട് കണക്ട് ചെയ്യാൻ പറ്റി. പെർഫോമൻസ് ഒക്കെ എങ്ങനെയുണ്ട്? പെർഫോമൻസ് എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. സ്റ്റോറി ആണെങ്കിൽ നല്ല രസമുണ്ട്. സോങ്സും കാര്യമൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? കൊള്ളാം, നല്ല സോങ്സ്. ഫ്രണ്ട്സായിട്ടൊക്കെ വന്നിരുന്നു കാണാൻ പറ്റിയ സിനിമയാണ്. നല്ല പടം. ഗംഭീരമായിരുന്നു, സൂപ്പറായിരുന്നു. നല്ല മൂവി, നല്ല ഫോട്ടോഗ്രാഫി, വെരി എക്സലൻറ്റ്. വളരെ നന്നായിട്ടുണ്ട്. ആ പഴയകാല പിന്നെ നമ്മൾ പഴയ ജീവിതത്തിൻ്റെ പഴയ കാലങ്ങളിലൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ക്യാമ്പസ് സെലക്ഷൻ സൂപ്പർ, നന്നായിട്ട് വളരെ നന്നായിട്ടുണ്ട്. വെരി ഗുഡ് പെർഫോമൻസ്. പുള്ളിയുടെ പേര് മറന്നുപോയി. ഫാന്റാസ്റ്റിക്. നന്നായിട്ട് ചെയ്തിട്ടുണ്ട് പുള്ളി. The movie was really good actually. See, I'm doing my MS psychology, so most of the elements mentioned in the movie is really depicted. So it's a great movie actually. Yeah, everything was good. Thank you. നല്ല സിനിമയായിരുന്നു. ഒരു പഴയ കാലഘട്ടത്തിലേക്ക് ഓർമ്മിപ്പിക്കുന്ന നല്ല സിനിമയായിരുന്നു. കലാലയ ജീവിതം അത്. പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം ഈ ഗുൽമോഹർ എന്ന് പറഞ്ഞ പൂവ്, അതാണ് ഏറ്റവും എനിക്കിതിൽ ഇഷ്ടപ്പെട്ട ഒരു. പിന്നെ ആ പൂമരം, അതെല്ലാവരുടെ ക്യാമ്പസ് ലൈഫിലുള്ള എല്ലാവർക്കും എല്ലാവർക്കും കാണുമല്ലോ അങ്ങനെ ഒരു. നല്ല മൂവിയായിരുന്നു. നല്ല കഥ, നന്നായിട്ട് ഇഷ്ടപ്പെട്ടു എല്ലാവരും. നല്ലതായിരുന്നു, നല്ല പെർഫോമൻസ് ആയിരുന്നു, നല്ലതായിരുന്നു. എല്ലാം കംപ്ലീറ്റ് ആയിട്ട് ഒരുപാട് ഇഷ്ടപ്പെട്ടു. വളരെ നന്നായിരുന്നു. ഏത് പ്രായത്തിലുള്ളവർക്കും കണ്ടിരിക്കാൻ ഇഷ്ടപ്പെടും. നന്നായിരുന്നു. കോളേജ് ലൈഫാണ്. പഴയ കാര്യങ്ങളൊക്കെ നമുക്ക് വീണ്ടും ഓർമ്മ വരികയാണ്. നന്നായിരിക്കുന്നു. ബ്രില്യൻറ്റ് മൂവി, വെരി നൈസ് സ്ക്രിപ്റ്റ്. നമ്മുടെ ക്യാമ്പസ് ലൈഫിലേക്ക് നമ്മുടെ ചില താളുകൾ നമ്മുടെ ഈ ഫിലിമിൽ നമ്മളായിട്ട് റിലേറ്റ് ചെയ്ത് കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. വളരെ നമ്മുടെ ഒരു കോളേജ് ലൈഫിലേക്ക് കൊണ്ടുവരുന്ന സിനിമയായിരുന്നു. ഇറ്റ് വാസ് എ വെരി നൈസ് മൂവി. ഓക്കെ. മിത്രൻ എന്നും മനസ്സിൽ തങ്ങി നിൽക്കും. സൂപ്പറായിരുന്നു. പെർഫോമൻസ് എല്ലാവരും ഒരുപോലെ നന്നായിരുന്നു. സോങ്സ് മെലഡി നല്ലതായിരുന്നു.
അത് എന്നും മനസ്സിൽ തങ്ങി നിൽക്കുന്ന, എപ്പോഴും ചില അവസരങ്ങളിലൊക്കെ കേൾക്കാൻ പറ്റുന്ന ഒരു മെലഡിയാണ്. താങ്ക് യു. നമ്മൾ പലതരം ക്യാമ്പസ് മൂവീസ് കണ്ടിട്ടുണ്ട്. കൂടുതൽ നമ്മൾ രാഷ്ട്രീയം, ക്യാമ്പസിലെ രാഷ്ട്രീയം അല്ലെങ്കിൽ വേറൊരു ടൈപ്പ് ഓഫ് റൊമാൻസ് ആണ്. ഇതൊരു ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് തീമാണ്. നമ്മൾ ഇതുവരെ മലയാളത്തിൽ കാണാത്തൊരു തീമാണ് നമുക്കിവിടെ കാണാൻ പറ്റിയിട്ടുള്ളത്. അടിപൊളി മൂവിയാണ്, എല്ലാവരും മാക്സിമം വാച്ച് ചെയ്യണം. ഓക്കെ, താങ്ക് യു. ഇല്ല, എല്ലാ കോളേജിലും ഇതുപോലെ ഒരു ലൈഫ് കാണും. ബട്ട് ഇതുവരെ ഒരു മൂവീസിൽ ഇതുപോലൊരു ഫോക്കസ് ആരും ഇതുവരെ ചെയ്തിട്ടില്ല. അപ്പം നമ്മുടെ ഇവിടെ തന്നെ നമ്മുടെ സ്ക്രിപ്റ്റ് റൈറ്ററിൻ്റെ ഒരു റിയൽ ലൈഫ് ഇൻസിഡൻ്റ് ആണെന്നാണ് പറയുന്നത്. അപ്പം അടിപൊളിയാണ്. നല്ലതായിരുന്നു, വളരെ നല്ലതായിരുന്നു. അല്ല, പുതിയൊരു അതെ 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 പഴയ പുതിയൊരു സ്റ്റോറിയും കൂടെ ആയപ്പോഴേ കൊള്ളാം, വളരെ നന്നായിട്ടുണ്ട്. വളരെ നല്ലതാണ്. പുള്ളിയുടെ കഥാനായകനൊക്കെ വളരെ നല്ലതായിട്ടുണ്ട്. നല്ല നമ്മൾ പറഞ്ഞു സ്റ്റോറി എല്ലാം. ക്യാമറ ഇസ് വെരി ഗുഡ്. ക്യാമറ ഇസ് വെരി ഗുഡ്. ശാസ്ത്രബോധം പകരുന്ന ഒരു സിനിമയാണ്. മനുഷ്യനുണ്ടാവുന്ന ഓരോരോ മാനസിക പ്രശ്നങ്ങൾക്ക് കള്ളദൈവങ്ങളും അന്ധവിശ്വാസം, അനാചാരം നിലനിൽക്കുന്ന ഒരു സമൂഹത്തിൽ ശാസ്ത്രബോധം വളർത്താൻ സഹായകരമായിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇങ്ങനൊരു നല്ലൊരു സ്റ്റോറിയായിരുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് സ്റ്റോറി, പിന്നെ ഫോട്ടോഗ്രാഫി, ആർട്ട് വർക്ക് എല്ലാം നന്നായിരുന്നു. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഇപ്പോഴത്തെ ഒരു സൊസൈറ്റിയിൽ ഇങ്ങനൊരു സ്റ്റോറി, അതായത് ഒരു പ്യുവർ ലവ് സ്റ്റോറി അവസാനം ഒരാൾക്ക് വേണ്ടി ഇങ്ങനെ നല്ല ഇതായിട്ട് ഡെഡിക്കേറ്റ് ചെയ്ത് അങ്ങനെ ഒരു പോർട്രേ കൊണ്ടുവന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. വർക്കൊക്കെ നന്നായിരുന്നു. ഡയറക്ടർ സാഗരങ്ങൾ എൻ്റെ അമ്മയുടെ ബെസ്റ്റ് ഫ്രണ്ടാണ്. ആൻഡ് ഹിസ് വർക്ക് വാസ് സോ ഗുഡ്. ദ ഹോൾ ടീം വർക്ക് ഇസ് റിയലി ഗുഡ്. എല്ലാം നന്നായിട്ടുണ്ട്. അത് ശരിക്കും വലിയ സന്തോഷമാണ്. കാരണം തിയേറ്ററിലിരുന്ന സിനിമ കാണുന്നവരുടെ മുൻപിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ ഞാൻ നോക്കുന്നത് അവരുടെ മുഖത്താണ്. അവരെത്രമാത്രം ആ സിനിമ ഇൻവോൾവ് ആവണമെന്ന് എനിക്ക് അവരുടെ മുഖം നോക്കുമ്പോൾ മനസ്സിലാകും. അതുകൊണ്ട് തന്നെ സിനിമ തീരുന്നതിന് മുമ്പ് എനിക്ക് ഇങ്ങോട്ട് അകത്ത് കയറാൻ ഒരു തരത്തിലും അവരുടെ അറ്റൻഷൻ പോകുന്ന എനിക്കത് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ ഇപ്പോൾ ആരാധ്യൊക്കെ നിന്നപ്പോൾ ഞാൻ പറഞ്ഞു പോയിരിക്കാൻ പറഞ്ഞു. കാര്യം അവിടെ ഇരുന്നവർ പലരും അതിൽ നിന്നും ഡീവേറ്റ് ചെയ്ത് ലുക്ക് മാറിപ്പോകുന്നുണ്ട്. കാര്യം നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണോ അത് ഒരിക്കലും പ്രേക്ഷകർക്ക് ഒരിക്കലും ആ കോൺസെൻട്രേഷൻ മിസ്സാകാൻ പാടില്ല. അതുകൊണ്ട് ഞാൻ ആരാധ്യയോട് ബിബിയോടൊക്കെ പറഞ്ഞു പോയിരിക്കാൻ പറഞ്ഞു. കാര്യം ഞാൻ കണ്ടു പലരുടെയും കണ്ണ് കഴിഞ്ഞാൽ പാളിപ്പോകുന്നത്. അപ്പോൾ എന്തായാലും ആൾക്കാരിൽ നിന്നിപ്പം കിട്ടുന്ന റെസ്പോൺസ് കാണുമ്പോൾ നമ്മൾ അന്നെടുത്ത ഒരു എഫേർട്ട് അത് വേർത്തായി എന്ന് തോന്നുന്നു. അത് ഭയങ്കര സന്തോഷമുണ്ട്. ഇതുവരെ കോളേജ് ലൈഫ് മൂവീസിൽ ഇങ്ങനെ ഒരു ത്രെഡുള്ളൊരു മൂവി വന്നിട്ടില്ലെന്ന് പലരും പറഞ്ഞു. കോളേജ് ക്യാമ്പസ് സിനിമകൾ ഒരുപാട് വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മളൊക്കെ ഒരുപാട് ആരാധിക്കുന്ന, ഒരുപാട് ഇഷ്ടപ്പെടുന്ന, ഒരുപാട് ഇപ്പോൾ പഴയ ഇപ്പോൾ ഉൾക്കടലാണെങ്കിലും യുവജനോത്സവം ഉൾപ്പെടെയുള്ള ഒരുപാട് ക്യാമ്പസ് സിനിമകൾ നമ്മുടെ മനസ്സിൽ വല്ലാതെ ആഘോഷമാക്കിയിട്ടുണ്ട്, എൻ്റെ ക്ലാസ്മേറ്റ്സൊക്കെ പോലും. പക്ഷേ ഇത് എഴുതുമ്പോൾ എനിക്ക് അങ്ങനെ ഒരു നിർബന്ധം ഉണ്ടായിരുന്നു. കാരണം ഇത് കേവലം ഒരു ക്യാമ്പസ് സിനിമ മാത്രമായി പോകുന്നൊരു നിർബന്ധം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൽ ഞാൻ പ്രധാനമായിട്ടും പറയുന്ന സംഭവങ്ങൾ എന്ന് പറഞ്ഞാൽ, ഒന്ന് സിനിമ കണ്ടതുപോലെ തന്നെ അത്തരം സൈക്കോളജിക്കലായിട്ടുള്ള കുറേ വിഷയങ്ങളാണ്. അപ്പോൾ ഇതൊരു ക്യാമ്പസിലെ ഒരു സൈക്കോളജി ഡിപ്പാർട്ട്മെൻറ്റ് കേന്ദ്രീകരിച്ചാകുമ്പോൾ ഈ കഥയ്ക്ക് കുറച്ചും കൂടെ ഒരു ഗ്രാവിറ്റി കിട്ടും. അങ്ങനെയാണ് ഇങ്ങനെ ഒരു പശ്ചാത്തലം തന്നെ കഥയ്ക്ക് വേണ്ടി സെലക്ട് ചെയ്യേണ്ടി വന്നത്.